ഇതുപോലുള്ള ഡിസൈൻ എങ്ങനെയാണ് ഈസി ആയിട്ട് വരയ്ക്കുന്നതെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാണുന്ന പോലെ നല്ലടോ, ഇത് ഭയങ്കര സിമ്പിൾ. എന്തായാലും ഇന്ന് നമുക്ക് ഇത് പഠിച്ചാലോ? ഇതിന് വേണ്ടിട്ട് ഫസ്റ്റ് ഞാൻ ഫിംഗേഴ്സിൽ കൂടെ ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ലൈൻസിന്റെ ആവശ്യം ഇവിടെ എന്തിനാന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? പക്ഷെ അത് എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് നാളത്തെ വീഡിയോയിൽ മനസ്സിലാവും. ലൈൻസ് വരച്ച് കഴിയുമ്പോൾ നമ്മുടെ മിഡിൽ ഫിംഗറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലെ ഒരു ക്രോസ് വരച്ചു കൊടുക്കുക. ഇന്ന് വോയിസ് റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, തൊണ്ടയിൽ കിച്ച് കിച്ച്. വിക്സ് ഗുളിക കഴിക്കുന്നുണ്ട് കേട്ടോ. മതി മതി, ഡിസൈനിലേക്ക് തിരിച്ചോ. എന്നിട്ട് താഴത്തെ ക്രോസ് ഇല്ലേ, അവിടെ നിന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് മറ്റേ ക്രോസിന്റെ ലൈൻ ഇല്ലേ, അതിലേക്ക് ഇതുപോലെ പോയിന്റ് ആക്കി കൊണ്ടുവരാം. വരച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു വശപ്പിശക തോന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി എടുത്തോ. എന്നിട്ട് നമ്മുടെ തം ഫിംഗറിന്റെ മേലോട്ട് ഇതുപോലെ കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ലേശം ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഈ വരച്ചേക്കുന്ന സ്ട്രെയിറ്റ് ലൈനിന് ഹൊറിസോണ്ടൽ ആയിട്ട് ഇതുപോലെ ഒരു ലൈനോടെ വരച്ചു കൊടുക്കുക. നമ്മൾ വരച്ചേക്കുന്ന ഈ ഹൊറിസോണ്ടൽ ലൈൻ ഇല്ലേ, അവിടുന്ന് ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ട് സൈഡിലേക്ക് ഇതുപോലെ ഒരു ഡോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നമ്മൾ നേരത്തെ വരച്ചേക്കുന്നതിലേക്ക് ഇതുപോലെ ഒരു കേവ് വരച്ചു കൊടുക്കുക. ഇത്രയും വരച്ചു കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഷേപ്പ് ആക്കണമെങ്കിൽ നമ്മുടെ ഹെന്നക്കോണ്ട് ടിപ്പ് വെച്ച് തന്നെ ഷേപ്പ് ആക്കണം കേട്ടോ. ഇത്ര വരച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ആ മേലത്തെ ഡിസൈൻ ഇല്ലേ, അതിന് കുറച്ചുകൂടെ ഹൈറ്റ് വേണമെന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഹൈറ്റിൽ വരച്ചു കൊടുക്കണം. ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റം വരുത്തണോ അതൊക്കെ ഈ ഒരു സ്റ്റേജിൽ മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി രണ്ട് സൈഡിലേക്ക് ലേശം ഒരു ഗ്യാപ്പോടെ തോന്നണല്ലേ, അതൊന്ന് ഫില്ലാക്കാൻ വേണ്ടി വീണ്ടും രണ്ട് കർവ്സോടെ അങ്ങ് വരച്ചു കൊടുക്കാം. ഈ കർവ് വരക്കുമ്പോൾ ഇതിന്റെ എൻ പോർഷൻ ഇല്ലേ, അത് കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാൽ മതി. ഇനി നമ്മൾ ബേസിന് വേണ്ടി വരച്ചേക്കുന്ന ലൈൻസ് ഇല്ലേ, അത് നമ്മുടെ കൈകൊണ്ട് തന്നെ ഒന്ന് മാറ്റി കൊടുക്കാം. അത് മാത്രമല്ല, നമ്മൾ വരച്ചേക്കുന്ന കർവുകൾ ഇല്ലേ, അത് നമ്മുടെ കൈകൊണ്ട് തന്നെ ഒന്ന് ഷേപ്പോടെ ആക്കി കൊടുക്കാം. ഇതുപോലെ ഇത്രയും വരച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. എന്നിട്ട് നമ്മൾ മേളിലേക്ക് വരച്ചേക്കുന്ന എലമെന്റ് ഒന്നോടെ ഒന്ന് ഫില്ലാക്കി കൊടുക്കാം. ഫില്ലാക്കുമ്പോൾ മിഡിൽ ഏരിയ മാത്രം ഫില്ലാക്കാൻ നോക്കണേ. ഇങ്ങനെ ഫില്ലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനുള്ള ഒരു എളുപ്പ വഴിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ വരച്ചേക്കുന്ന കർവുകൾ ഇല്ലേ, അതിന് ഒരു ബോർഡറോടെ വരച്ചു കൊടുക്കാം. വരയ്ക്കുമ്പോൾ കർവുകളുടെ സ്റ്റാർട്ടിംഗ് പോർഷനും എൻഡിംഗ് പോർഷനും തിന്നായിട്ട് വരക്കാം. മിഡിൽ ഏരിയ നല്ലോണം തിക്കായിട്ട് വരച്ചോ. എന്നിട്ട് ഈ വരച്ചേക്കുന്ന ഗ്യാപ്പ് ഇല്ലേ, അവിടെ നല്ലോണം ഫില്ലാക്കി കൊടുക്കാം. ഫില്ലാക്കുമ്പോൾ ലൈൻസിനെ പുറത്തോട്ട് പോകാണ്ട് വേണം ഫില്ലാക്കാൻ. പിന്നെ നമ്മുടെ സ്റ്റോറിൽ പ്രാക്ടീസ് ബോർഡ്സ് അവൈലബിൾ ആണെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ റെക്ടാംഗിൾ ഷേപ്പ് ആയിട്ടുള്ള ബോർഡ് അവൈലബിൾ അല്ല, പക്ഷെ ഹാൻഡ് ഷേപ്പിലുള്ള ബോർഡ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ബോർഡ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് മെസ്സേജ് അയച്ച് പ്രീ ബുക്ക് ചെയ്തിട്ട്. അപ്പൊ ഇന്നത്തെ ഡിസൈൻ എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ആക്കാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ.